ഹലോ ഫ്രണ്ട്സ്, നമുക്കൊന്ന് NH-60 അപ്ഡേഷൻ വീഡിയോ ഒന്ന് കണ്ടാലോ? ഹലോ ഫ്രണ്ട്സ്, നമുക്കൊന്ന് NH-60 കുറച്ച് അപ്ഡേഷൻ വർക്ക് ഒന്ന് കണ്ടാലോ? ഹലോ ഫ്രണ്ട്സ്, ടൈം റൈഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് NH-60 അപ്ഡേഷൻ. ആക്ച്വലി നമ്മളിത് പാർട്ട് 8 ഭാഗമാണ്. ദയവായി പ്രീവിയസ് എപ്പിസോഡ് കാണാത്ത ആൾക്കാർ ദയവായി പ്രീവിയസ് എപ്പിസോഡ് കാണാൻ അപേക്ഷിക്കുന്നു. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് ചേർത്തല ഭാഗത്തൂടെയാണ്. എന്തായാലും നമ്മൾ ഇനി കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഈ കാണുന്ന കാഴ്ചകളൊന്നും ഇനി ഉണ്ടാകത്തില്ല. നല്ല രീതിയിലുള്ള മാറ്റം ഇവിടേക്ക് വരും. നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വനങ്ങളൊക്കെ ഇനി മരങ്ങളൊന്നും ഉണ്ടാകത്തില്ല. കണ്ടോ, ആ വീടിൻ്റെ മതിലൊക്കെ ഒത്തിരി പൊളിച്ചിട്ടുണ്ട്. രണ്ടാമത് മതിലൊക്കെ ഇറക്കി കെട്ടി നമുക്ക് കാണാൻ പറ്റും. പണ്ട് ഇതിലെ പോകുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒത്തിരി കുളങ്ങളൊക്കെ കാണാൻ പറ്റുമായിരുന്നു. എന്തായാലും ഇനി ആ ഓർമ്മകളൊക്കെ സ്വപ്നത്തിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ പഴയ യൂട്യൂബ് വീഡിയോസിൽ കാണാൻ പറ്റും. എന്തായാലും അടിപൊളിയായിരിക്കും. അങ്ങനെ നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച് നേരെ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഫുഡ് ഇരിക്കുന്ന വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തില്ലായിരുന്നു. ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ചില ഭാഗത്തൊക്കെ പൊളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും, പിന്നെ ചില ഭാഗത്തൊക്കെ മതിലൊക്കെ ഇറക്കി കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മളിത് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ തന്നെ NH-60 വർക്ക് നടക്കുന്ന ഏരിയകൾ കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിലേക്ക് ഉണ്ടാവുമോ എന്നറിയത്തില്ല. ചിലപ്പോൾ റൈറ്റ് സൈഡിലോട്ട് ആയിരിക്കും കൂടുതലും വരാൻ ചാൻസ് ഉള്ളത്. പിന്നെ ഇവിടെയൊക്കെ എത്ര ഫ്ലൈ ഓവേഴ്സ് ഉണ്ടാകുമെന്ന് കണ്ടറിയാം ഭാവി തന്നെ. ഏകദേശം നമ്മുടെ തിരുവനന്തപുരം ടു കാസർഗോഡ് ഒരു 556+ കിലോമീറ്ററോളം ദൂരമുണ്ട്. അതിലൂടെയാണ് നമ്മുടെ ഈ ആറുവരിപ്പാത കടന്നു പോകാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് റാപ്പിഡ് വേഗത്തിൽ തന്നെ നമുക്ക് തിരുവനന്തപുരം ടു കാസർഗോഡ് വരെ പോകാൻ പറ്റണം. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ ഓർമ്മയുണ്ടല്ലോ, നമ്മളിവിടുന്ന് ചേർത്തലയിൽ നിന്ന് തിരുവനന്തപുരം പോകണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് മാക്സിമം ഒരു 50-40 കിലോമീറ്റർ വരെ തന്നെ പോകാൻ പറ്റുള്ളായിരുന്നു. നമ്മുടെ ടൈം ഒത്തിരി വേസ്റ്റ് ആകുമായിരുന്നു. ഏകദേശം എറണാകുളത്ത് നമുക്കൊന്ന് നമുക്ക് ആലപ്പുഴ, അമ്പലപ്പുഴ ഭാഗത്തോട്ട് പോകാൻ തന്നെ നല്ല രീതിയിലുള്ള സമയം വേസ്റ്റ് ആയിരുന്നു. അപ്പം നമുക്ക് ഈ ഭാഗത്തും ഒരു പുതിയ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് എടുക്കുന്നത് കാണാൻ പറ്റും. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ എന്താ റൈറ്റ് സൈഡിലുള്ള മരങ്ങളൊക്കെ ഇനി ഉണ്ടാകില്ലേ. പിന്നെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ബിൽഡിങ്, ഈ കാണുന്ന സ്കൂളാണെന്ന് തോന്നുന്നു, കംപ്ലീറ്റും പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇതിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് നമ്മൾ എന്തായാലും നെക്സ്റ്റ് മന്തിൽ ഇടുന്നതായിരിക്കും. കാരണം ഇത് ഇത്തിരി പഴയ വീഡിയോ ആണ്. എന്തായാലും നമ്മുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് നമ്മൾ നെക്സ്റ്റ് മന്തിൽ തന്നെ അപ്ലോഡ് ചെയ്യും. കാരണം നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, എഡിറ്റ് ചെയ്യാൻ കുറച്ച് ടൈം വേണ്ടി വരും. എന്തായാലും നമ്മൾ ഉടനെ തന്നെ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ചേർത്തലയിൽ നിന്ന് നേരെ തിരിച്ച് നമ്മൾ എറണാകുളത്തോട്ട് പോവുകയാണ്. ഇപ്പോൾ അങ്ങനത്തെ നിർമ്മാണം എത്രയും പെട്ടെന്ന് കഴിയുമെങ്കിൽ നമുക്ക് അത്രയും നല്ലത്. കാരണം നല്ല രീതിയിലുള്ള ട്രാഫിക് ദുരന്തമാണ് നമ്മുടെ കൊച്ചിയിലുള്ള ആൾക്കാർ നേരിടുന്നത്. ഇത് കഴിയുമ്പോൾ തന്നെ എനിക്ക് ഡൗട്ട് തന്നെ എടപ്പള്ളി ടു നമ്മുടെ പത്തടിപ്പാലം ആലുവയിലേക്കുള്ള എങ്ങനെയാകുമെന്നൊരു യാതൊരു ഐഡിയയും കിട്ടുന്നില്ല. കാരണം ഫ്ലൈ റോഡ് പോകുന്നത് നമ്മുടെ പറവൂർ റൂട്ടാണ്. നമ്മുടെ ഇപ്പോൾ തന്നെ പത്തടിപ്പാലം തുടങ്ങി നമ്മുടെ ആലുവ ഭാഗത്തോട്ടും ഈ ഫ്ലൈ ഓവർ വന്നാൽ തന്നെ അങ്ങാടും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ദയവായി അതിനും കൂടി ഒരു സൊല്യൂഷൻ കണ്ടെത്തണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് തുറവൂരിൽ നിന്നുള്ള കാണുന്ന ഈ വാലറ്റ് ഹൈവേൻ്റെ വർക്കാണ്. നമ്മളിപ്പോൾ ചേർത്തലയിൽ നിന്ന് നമ്മൾ നേരെ അങ്ങാട് നമ്മുടെ വൈറ്റില ഭാഗത്തോട്ട് പോവുകയാണ്. എന്തായാലും ഇതിനെപ്പറ്റിയുള്ള ലേറ്റസ്റ്റ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാരണം നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് കുറച്ച് പഴയതാണെങ്കിലും ഈ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിയായിരുന്നു. എന്തായാലും നമ്മൾ ഉടനെ തന്നെ അത് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെ ആരും നിരാശപ്പെടുത്തത്തില്ല. പ്ലീസ് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണമെന്ന് അപേക്ഷിക്കുന്നു. എന്തായാലും നല്ല ജമണ്ടം മെഷീൻസൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഉടനെ തന്നെ ഇത് കംപ്ലീറ്റ് ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏകദേശം ഒരു 12 കിലോമീറ്ററോളം ദൂരമാണ് നമ്മളുടെ ഈ ഹൈവേ വരാൻ പോകുന്നത്. എന്തായാലും ആലപ്പുഴയിൽ തന്നെ നമ്മുടെ പുതിയ ബൈപ്പാസിനുള്ള വർക്ക് നടക്കുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമ്മൾ മാക്സിമം നമ്മൾ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെയുള്ള ഇതിൻ്റെ അപ്ഡേഷൻ നമ്മളുടെ യൂട്യൂബ് ചാനൽ ഇടാൻ നമ്മൾ ശ്രമിച്ചിരിക്കും. കാരണം എന്തായാലും NH-60 ഒത്തിരി ഭാഗം നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പിസോഡ് വൈസ് ആയിട്ടാണ് നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല. നമ്മളിപ്പോൾ സിംഗിൾ വീഡിയോ ഒക്കെ ഇട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ലെങ്തി ആയി പോകും. അപ്പോൾ എഡിറ്റ് ചെയ്യാനും പണിയാണ്, കാണാൻ നിങ്ങൾക്കും ബുദ്ധിമുട്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മളിത് 10 to 5 മിനിറ്റ് ലെങ്ത്തിലാണ് നമ്മൾ ഓരോ വീഡിയോയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വീണ്ടും നമ്മളിപ്പോൾ മുഹമ്മേ ആ ഭാഗത്തെങ്ങാണ്ടാണ്. ആക്ച്വലി സ്ഥലമേതാന്ന് കറക്റ്റ് അറിയത്തില്ല. നമ്മളെന്തായാലും നമ്മൾ നമ്മുടെ വൈറ്റില ഭാഗത്ത് എത്താറായിട്ടുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം നമുക്കൊരു 12 കിലോമീറ്ററോളം ദൂരമുള്ളൂ നമുക്ക് കുമ്പളം ടോൾ പാസ് എത്താനായിട്ട്. ഈ ഭാഗത്ത് നോക്കി യാതൊരു ട്രാഫിക് ഇഷ്യൂ ഒന്നും കാണുന്നില്ല. പക്ഷെ ഇവിടുത്തെ ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും സ്ട്രീറ്റ് ലൈറ്റൊന്നും കാണാത്തതുകൊണ്ട് നൈറ്റ് റൈഡ് ഇതിലൂടെ അത്ര സേഫ് ആണെന്ന് തോന്നുന്നില്ല. കാരണം പുറകിൽ തന്നെ വണ്ടിക്ക് വിസിബിലിറ്റി കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം റോഡ് നല്ല ലെങ്തി ആയതുകൊണ്ട് ബ്രൈറ്റ് അടിച്ചാൽ മാത്രമേ എന്തെങ്കിലും വിസിബിൾ കിട്ടത്തുള്ളൂ. പക്ഷേ ബ്രൈറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ എതിരെ തന്നെ വണ്ടികൾക്ക് അത് പണിയുമാണ്. അതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള സ്ട്രീറ്റ് ലൈറ്റ് വേണമെന്ന് അപേക്ഷിക്കുന്നു.
ഫ്രണ്ട്സ് അപ്പോൾ ഒരു താങ്ക്സ് പറയുന്നുണ്ട്. കാരണം നമ്മളൊരു പ്രീവിയസ് എപ്പിസോഡ് 900+ വ്യൂസ് കിട്ടിയായിരുന്നു. എന്തായാലും താങ്ക് യു സോ മച്ച്. ഈ വീഡിയോന് ഒരു 1K എങ്കിലും വ്യൂ കിട്ടണമെന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നു. ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ അരൂർ ഭാഗത്ത് എത്താറായിട്ടുണ്ട്. ഇവിടെയൊക്കെ വർക്ക് രീതി ചെയ്യുന്നത് കുറവാണ്. കാരണം ഇവിടെ മിഷൻസ് ഒന്നും നമുക്ക് കാണുന്നില്ല. എന്തായാലും നെക്സ്റ്റ് മന്ത് നമ്മൾ ഇതിലൂടെ വീണ്ടും ട്രാവൽ ചെയ്തിട്ട് നമ്മൾ പുതിയ അപ്ഡേഷനുമായി വരുന്നതായിരിക്കും. എന്തായാലും നമ്മൾ തിരുവനന്തപുരം തുടങ്ങി കാസർഗോഡ് അപ്ഡേഷൻ നമ്മുടെ ചാനലിലൂടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതെന്തായാലും അധികം ഡിലേ ഒന്നും ഇല്ലാത്തത് തന്നെ. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് തന്നെ എഡിറ്റിംഗ് ഇത്തിരി എഡിറ്റ് ചെയ്യാൻ കൂടി ടൈം വേണ്ടി കൊണ്ടാണ് ഇത്തിരി ഡിലേ വന്നത്. ഇപ്പം നമുക്ക് മാക്സിമം നമുക്ക് ഈ റൂട്ടിലൂടെ 50 കിലോമീറ്ററാണ് വേഗത നമുക്ക് പോകാൻ പറ്റുക. എന്തായാലും ഇത് ആറുവരിപ്പാത ആകുമ്പോഴത്തേക്കും ബൈക്കും ഓട്ടോയും ചിലപ്പോൾ ഇതിലൂടെ പോകാൻ പറ്റാതെ ആവും. എങ്കിലും ഒരു ബൈക്കാർക്ക് പോകാൻ സെപ്പറേറ്റ് പാത്ത് ഉണ്ടാകണമെന്ന് റിക്വസ്റ്റ് ചെയ്യുവാണ്. അങ്ങനെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളിയാണ്. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈമായി. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ. പറ്റുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണേ. പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.